ഹായ്, നമ്മൾ ഇന്ന് സ്പെല്ലിംഗ് വൈസ് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളും എന്നാൽ മീനിങ്ങിൽ നോക്കിയാൽ വളരെ എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ്സും വരുന്ന ഒരു 7 വേർഡ്സും അതിൻ്റെ എക്സാമ്പിൾസാണ് നോക്കാൻ പോകുന്നത്. വേർഡ്സ് ഇതൊക്കെയാണ്: ദോ, തോട്ട്, ത്രൂ, ത്രൂ ഔട്ട്, ടഫ്, തറഫ് ആൻഡ് ടോട്ട്. നോക്കാം നമുക്ക്. ദോ ദോ എന്നാൽ എന്നാലും, എങ്കിലും എന്ന മീനിങ് ഒക്കെയാണ് വരിക. ഫോർ എക്സാമ്പിൾ വരികയാണെങ്കിൽ ഐ ഹാവ് നെവർ മെറ്റ് ഹിം ബിഫോർ ദോ ഐ ഹാവ് ഹേർഡ് ഓഫ് ഹിം. ഞാൻ അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അയാൾ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് തോട്ട്. തോട്ട് എന്ന് പറഞ്ഞാൽ 2 മീനിങ് ഉണ്ട്. ചിന്തിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ തിങ്ക് ആണ് വരിക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ചിന്തിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് തോട്ട് ഉപയോഗിക്കും. ഐ തോട്ട് യു വേർ ദർ. ഞാൻ വിചാരിച്ചു നീ അവിടെ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ. പിന്നെ ഒരു മീനിങ് വരികയാണെങ്കിൽ തോട്ട്സ് എന്ന് പറയില്ലേ നമ്മൾ, നമ്മുടെ ചിന്തകൾ എന്ന് പറയുമ്പോൾ തോട്ട്സ് വരും. മാഗി ഹാസ് ഗോട്ട് എ സഡൻ തോട്ട്. മാഗിക്ക് പെട്ടെന്നൊരു ചിന്ത ഉണ്ടായി, പെട്ടെന്ന് എന്തോ ആലോചിച്ചു എന്ന് പറയുന്ന പോലെ. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ത്രൂ. ത്രൂ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ കയറി മറ്റു സൈഡിൽ കൂടെ ഇറങ്ങുന്ന ആ ഒരു ഇതിന് നമുക്ക് ത്രൂ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഷീ എൻറ്റേർഡ് ത്രൂ ദി ഡോർവേ ടു ദി ഡൈനിങ് ഹാൾ. നെക്സ്റ്റ് വൺ ത്രൂ ഔട്ട്. ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും അല്ലെങ്കിൽ മുഴുവൻ ദിവസങ്ങളും, അങ്ങനെ ആ ഒരു മുഴുവൻ ടൈം പീരീഡ് വരുമ്പോൾ ത്രൂ ഔട്ട് പറയും. അതുമാത്രമല്ല, ഒരു സ്ഥലം മുഴുവൻ, ആ ഒരു സ്ഥലത്തിൻ്റെ കേസിലും നമുക്ക് ത്രൂ ഔട്ട് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് ബീൻ സ്റ്റേയിങ് വിത്ത് മീ ത്രൂ ഔട്ട് മൈ ഇൽനെസ്. ആ ഒരു മുഴുവൻ കാലയളവിലും അവൾ എൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യുകയാണ് എന്നൊരു മീനിങ് ആണ് വരിക. അപ്പോൾ ആ ഒരു ത്രൂ ഔട്ട് എന്നൊരു മീനിങ് പറയുമ്പോൾ മുഴുവനായും എന്ന ഒരു അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് ടോട്ട്. ടോട്ട് എന്ന് പറഞ്ഞാൽ ടീച്ചിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടാണ് വരിക. പഠിപ്പിക്കുക, ടീച്ച്. പഠിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി ടോട്ട് ഉപയോഗിക്കാം. ഷീ ടോട്ട് മീ മെനി തിങ്സ്. അവൾ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അവിടെ ടോട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ തറഫ്. തറഫ് മീൻസ് നമ്മൾ സമഗ്രമായ അറിവ് എന്നൊക്കെ പറയില്ലേ, ഒരു നോളജ് കാര്യത്തിലാണ് നമ്മൾ തറഫ് ഉപയോഗിക്കുക. ഒരു കാര്യത്തിനെ കുറിച്ച് മുഴുവനായും നല്ല എന്താ പറയുക, പരത്തി വായിക്കുക, എന്നൊക്കെ പറയില്ലേ. സോ ആ രീതിയിലാണ് നമ്മൾ തറഫ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, യു കുഡ് ഹാവ് അറ്റൈൻഡ് എ തറഫ് നോളജ് അബൌട്ട് ദാറ്റ്. നിനക്ക് അതിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കാൻ, സമഗ്രമായ ഒരു നോളജ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. നെക്സ്റ്റ് വൺ ടഫ്. ടഫ് എന്ന് പറഞ്ഞാൽ കഠിനമായ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള, അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യത്തിനാണ് നമുക്ക് ടഫ് എന്ന് പറയുക. TOUGH ആണ് വരിക. ഫോർ എക്സാമ്പിൾ, ഹിന്ദി ഈസ് എ ടഫ് ലാംഗ്വേജ് ഫോർ മീ. എന്നെ സംബന്ധിച്ച് ഹിന്ദി ഒരു ബുദ്ധിമുട്ടുള്ള ഭാഷയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.